19 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയുടെ മരണത്തിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണ്? ന്യൂസ് ചാനലുകൾ പുറത്തുവിട്ടാണോ സത്യം? അല്ല. എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഈ വീഡിയോയുടെ അവസാനം എനിക്ക് ചില ചോദ്യങ്ങളും ചോദിക്കാനുണ്ട്. ഇന്ന് കാലത്ത് ഞാൻ ഇതിന് റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ടോട്ടലി ഡിപ്പെൻഡ്സ് ഓൺ എല്ലാ ന്യൂസ് ചാനലും. ഒന്ന് മാത്രമല്ല, എല്ലാ ന്യൂസ് ചാനലുകളും. മലയാറ്റൂരുള്ള ചിത്രപ്രിയയുടെ കേസ് ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ വീഡിയോ ചെയ്തതിൻ്റെ പുറയിൽ ഇപ്പോൾ കുറേ തെളിവുകൾ നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു CCTV ഫൂട്ടേജ് വ്യാജമാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ എന്നുള്ള രീതിയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത് ക്ലിയർ ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. അതായത് ആ ഒരു CCTV ഫൂട്ടേജ് വേറെ ആൾക്കാരുടെ ആയിരുന്നു. ശരിക്കും മീഡിയ വഴി പുറത്തു വന്നത് തെറ്റായിട്ടുള്ള ഒരു ഫൂട്ടേജ് ആയിരുന്നു. അതായത് വേറെ ഒരു ഭാര്യയും ഭർത്താവും മലയാറ്റൂർ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന ഒരു ഫൂട്ടേജ് ആയിരുന്നു അവർ നമ്മളെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നത്. മേ ബി അവർക്ക് തെറ്റുപറ്റിയതായിരിക്കും, അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഓക്കെ, എനിവേ എന്തായാലും നമുക്ക് കാര്യത്തിലോട്ട് വരാം. ഇപ്പം സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടി, അതായത് മരിച്ചുപോയ ആ ഒരു പെൺകുട്ടിയെ കംപ്ലീറ്റ് ആയിട്ട് ആൾക്കാർ കുറ്റപ്പെടുത്തുന്നതായിട്ടാണ് കാണാനായിട്ട് സാധിച്ചത്. പോരാത്തിന് ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ശ്യാം എന്ന് പറയുന്ന ഒരു പുള്ളിയുടെ. ആ പുള്ളിക്കാരൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വിഷയത്തെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആ പുള്ളി എടുത്ത് പറയുന്നുണ്ട്, ഈ ഒരു പെൺകുട്ടിയും മദ്യവെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അലന്റെ മൊഴിയെന്ന്. പക്ഷേ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് ആ ഒരു പെൺകുട്ടി മദ്യവെച്ചിട്ടില്ലായിരുന്നു എന്നാണ് വരുന്നത്. അതായത് മനഃപൂർവ്വം പോലീസുകാരെടുത്ത് യവൻ തെറ്റായിട്ടുള്ള മൊഴിയാണ് കൊടുത്തത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ യവന് അമിതമായിട്ടുള്ള സംശയമാണ്. സംശയരോഗം ഇവന്റെ തലയ്ക്ക് പിടിച്ച് ഇവൻ എന്താണ് കാട്ടിക്കൂട്ടുന്നതെന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയായിരുന്നു ഇവൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. പോരാത്തതിന് ഇവൻ മദ്യത്തിന് അടിമയാണ്. പിന്നെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പിലാണ്. അപ്പം അങ്ങനെ ഇരിക്കെ ഈ ഒരു പെൺകുട്ടി ബാംഗ്ലൂർ പഠിക്കാൻ പോകുന്നു. ആ പെൺകുട്ടി അവളുടേതായിട്ടുള്ള തിരക്കുകളായിട്ട് പോകുന്നു. അപ്പോൾ ഇവനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറയുന്നു. ഇവന് സ്വാഭാവികമായിട്ടും സംശയങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ ഇവർ തമ്മിൽ നേരിട്ട് കണ്ട് അടുത്തുണ്ടായിരുന്ന സമയത്താണ് ഇവൻ ഈ പറയുന്ന പോലെ ഫോണിനകത്ത് വേറെ 2-3 ചിത്രങ്ങൾ കണ്ടു. ഇവനത് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ഫോട്ടോസ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവൻ ഈ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇന്ന് പുറത്ത് വന്നേക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. 19 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയുടെ മരണത്തിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണ്? ന്യൂസ് ചാനലുകൾ പുറത്തുവിട്ടാണോ സത്യം? അല്ല. എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഈ വീഡിയോയുടെ അവസാനം എനിക്ക് ചില ചോദ്യങ്ങളും ചോദിക്കാനുണ്ട്. ഇന്ന് കാലത്ത് ഞാൻ ഇതിന് റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ടോട്ടലി ഡിപ്പെൻഡ്സ് ഓൺ എല്ലാ ന്യൂസ് ചാനലും. ഒന്ന് മാത്രമല്ല, എല്ലാ ന്യൂസ് ചാനലുകളും വന്ന റിപ്പോർട്ട് അനുസരിച്ച് മാത്രമാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തു, അതവിടെ കഴിഞ്ഞു. അതിനുശേഷമാണ് മറ്റൊരുപാട് കാര്യങ്ങൾ, അതായത് ഞെട്ടിക്കുന്ന ഒരുപാട് കാര്യങ്ങളായിട്ട് പലരും എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും പറയുന്നത് ഈ പെൺകുട്ടിനെ കാണാതായ സമയം തൊട്ട് അത്ര അധികം ടെൻഷൻ അടിച്ച് വിഷമിച്ച് ഇവരെല്ലാവരും അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ആ സമയത്ത് ഒരാൾ സഹായത്തിനുണ്ടായില്ല. ഇനി ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ കേസ് കൊടുക്കുന്നത് ശനിയാഴ്ചയായിരുന്നു. ശനിയാഴ്ച കേസ് കൊടുത്ത് കഴിഞ്ഞ് 24 മണിക്കൂറോ 48 മണിക്കൂറോ കഴിഞ്ഞിട്ടങ്ങാണ്ടാണ് ഈ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കുന്നത്. നിങ്ങൾക്കൊന്ന് ചിന്തിക്കാവുന്നേ ഉള്ളൂ. പോലീസുകാരൊന്നും മനസ്സ് വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇത്തിരി നേരത്തെ ഇത് കണ്ടുപിടിക്കാമായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ കോൾ ഡീറ്റെയിൽസ് എടുത്താൽ മതി. CDR റെക്കോർഡ് എടുക്കുമ്പോൾ തന്നെ ആരാണ് അവസാനം വിളിച്ചിട്ടുള്ളത്, ആരോടാണ് ഏറ്റവും കൂടുതൽ ചാറ്റ് ചെയ്തിട്ടുള്ളത് ഒക്കെ ഇവർക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ പിന്നെ എന്തുകൊണ്ട് ഇവർ ഇത്രയും വൈകിപ്പിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പക്ഷേ ഇത്രയും കൂടിയൊക്കെ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇത് തടയാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഇതിൽ ബാക്കിയോടെ കേൾക്കാം. ആ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഇതിന്റെ ബാക്കിൽ നടന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഒരു പയ്യൻ അലൻ എന്ന് പറഞ്ഞവൻ, ഇവനെ കുറിച്ച് ഒരാൾ പോലും എന്റെ അടുത്ത് നല്ലതൊന്നും പറഞ്ഞിട്ടില്ല. ന്യൂസിൽ പറയുന്ന ഓരോ കാര്യങ്ങൾ ഇട്ടിട്ടാണ് കമന്റ് ബോക്സ് റിഫ്ലക്ട് ചെയ്യുന്നത്. ഈ പെൺകുട്ടിനെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതല്ല സത്യം എന്നുള്ളത് എനിക്കെങ്കിലും സത്യമാണ്. ഈ പെൺകുട്ടിയെ വളരെയധികം മോശമായിട്ടുള്ള രീതിയിലാണ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉള്ള കാര്യം പറയാമല്ലോ, കമന്റ് ബോക്സ് ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. വേലി ചാടിയ പശു കോലുകൊണ്ട് മരണം, ആ ഒരു രീതിയിലൊക്കെയാണ് ആൾക്കാർ വന്നിരുന്ന് കമന്റ് ഇടുന്നത്. ശരിക്കും ഇവിടെ ഒരു സൈഡ് മാത്രം കേട്ടിട്ടാണ് നിങ്ങൾ കുറ്റം പറയണത്. ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്തും ഞാൻ ഒരു കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ പഴി ചേർന്നത് ഇവരുടെ വീട്ടുകാരെയാണെന്ന്. കാര്യം വീട്ടുകാരുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ നല്ലൊരു ബന്ധം ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു പെൺകുട്ടികളും ഈ പാതിരാത്രിയിലൊന്നും ഒരു ചെറുക്കന്മാരുടെയും കൂടെ ഇറങ്ങിപ്പോകത്തില്ല. ഉള്ള കാര്യങ്ങൾ പറയാമല്ലോ. ഈ ഒരു രാത്രിയിൽ അന്യ ചെറുക്കനോടെ ഇറങ്ങി പോകാനായിട്ട് ആ പെൺകുട്ടിക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നാണ് ഞാനിവിടെ ചോദിച്ചൊരു ചോദ്യം. അതായത് ആ പെൺകുട്ടിക്ക് 19 വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. അത് ഈ 21 വയസ്സുള്ള ആ ഒരു അലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കംപ്ലീറ്റ്ലി ഒരു ആൽക്കഹോളിക് ആയിരുന്നു എന്നാണ് അവൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ എല്ലാവരും പറയണത്. തുറന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഫസ്റ്റത്തെ കാര്യം എനിക്ക് എടുത്ത് പറയേണ്ടത്, മീഡിയയിലെല്ലാം വന്ന CCTV വിഷ്വൽസ് അത് 100% റോങ് ആണ്. അത് അവരുടെ CCTV അല്ല. ഈ അലൻ എന്ന് പറഞ്ഞ പയ്യനും ചിത്രപ്രിയയായിട്ട് ചെറിയൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അലൻ എന്ന് പറഞ്ഞ ആൾക്ക് മറ്റൊരു കുട്ടിയായിട്ട് ഒരു പ്രേമവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് അറിഞ്ഞതിന് ശേഷം ഇവർ തമ്മിൽ ഓൾറെഡി ബ്രേക്കപ്പ് ആയതിനു ശേഷം പിന്നീടും ഇവൻ ചെന്ന് അപ്രോച്ച് ചെയ്തു, പല രീതിയിലുള്ള അപ്രോച്ച് നടത്തി. ഇതിന്റെ ഒരു അവസാനത്തിലേക്ക് കിടക്കുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് കറങ്ങാം, സംസാരിക്കാം എന്നുള്ള രീതിയിൽ ഈ പെൺകുട്ടിനെ വിളിച്ചുകൊണ്ട് പോയതാണ് അലൻ എന്ന് പറഞ്ഞ ആൾ. ഇതെല്ലാം ആ നാട്ടിൽ കേട്ടല്ലോ. അതായത് ഇവന് ഓൾറെഡി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്തോ സംസാരിക്കാനോ എടുക്കാനോ കൊണ്ടാണ് ആ ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് പോയത്. അപ്പം കാര്യമറിയാതെ കമൻ്റ് ഇടുന്ന ആൾക്കാർ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെയധികം നന്നായിരിക്കും. ഈ പറയുന്ന പെൺകുട്ടിയുടെ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും? അവർ ഒരുപാട് ആഗ്രഹിച്ചും കഷ്ടപ്പെട്ടും ഒക്കെ വളർത്തിക്കൊണ്ടുവന്നൊരു മോളല്ലേ. അവർ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ വെച്ചിട്ട് നല്ലൊരു ജോലിയൊക്കെ കിട്ടട്ടെന്ന് വെച്ചിട്ടായിരിക്കും ബാംഗ്ലൂർ ഏവിയേഷനൊക്കെ പഠിപ്പിക്കാൻ വിട്ടത്. എന്തായാലും അവസാനം ഇങ്ങനെയൊക്കെ ആയിത്തീർന്നു.
എന്നുള്ള ആൾക്കാരിൽ നിന്ന് ഞാൻ കേട്ടറിഞ്ഞ കാര്യമാണ്. അലൻ നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഈ പെൺകുട്ടി മദ്യപിച്ചു എന്നെല്ലാം പറഞ്ഞത് അലനാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് എവിടെയും റിപ്പോർട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. സോ നമ്മൾ ആ ഒരു ഫാക്ടർ അവിടെ അങ്ങോട്ട് മാറ്റി നിർത്ത. പെൺകുട്ടിയുടെ കേസ് അലൻ നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ തമ്മിൽ ഇതിന്റെ പേരിൽ തർക്കം ഉണ്ടായി, സംസാരം ഉണ്ടായി. ഈ സംസാര വിഷയങ്ങൾ എന്തായിരുന്നു, തർക്കങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് അറിയാവുന്ന രണ്ട് പേരുള്ളൂ. അതിലൊരാളെന്ന് ജീവിച്ചിരിക്കുന്നില്ല. അലൻ എന്ന് പറഞ്ഞ വ്യക്തിയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഈ പെൺകുട്ടിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഓക്കെ, അപ്പം ഈ അലൻ എന്ന് പറയുന്ന വ്യക്തി പോലീസുകാർക്ക് കൊടുത്തിട്ടുള്ള മൊഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ഫോട്ടോസ് ഈ കാണാനായിട്ട് ഇടയായി. അതിനെ ചൊല്ലിയിട്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ ഉണ്ടായത് എന്നുള്ള രീതിയിലാണ് ഇവൻ പോലീസുകാർക്ക് കൊടുത്തിരിക്കുന്ന മൊഴി. അപ്പോൾ അവൻ അതിൻ്റെ വൈരാഗ്യത്തിൻ്റെ പുറത്താണ് അവൻ ഈ ഒരു കാര്യം ചെയ്തത്. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇവൻ ഓൾറെഡി ഒരു റിലേഷൻ റിപ്പോർട്ട് അല്ലേ, അവനൊരു റിലേഷൻ്റെ പേരിൽ ഈ ഒരു പെൺകുട്ടിയായിട്ട് ബ്രേക്കപ്പ് ആയതുമാണ്. ഇങ്ങനെയുള്ള പ്രവൃത്തികളെല്ലാം ചെയ്തിട്ടാണ് ഇവ ഇത് കാട്ടിക്കൂട്ടിയെങ്കിൽ ഇവനെന്തോ മാനസികമായിട്ടുള്ള അസുഖം ഉണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം ഈ ഒരു പ്രായത്തിലുള്ള പിള്ളേർ ലഹരിക്ക് അടിമയാണ്. ലഹരിയാണ് ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യം. ഈ മദ്യം എന്ന് പറയുന്ന സംഭവം എന്തോ സർക്കാരാണ് ഇവിടെ സെല്ല് ചെയ്യുന്നത്. അതിനെന്തെങ്കിലും ഒരു തീരുമാനം അവരുണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഇപ്പം ഈ ഒരു ഏജിലുള്ള എല്ലാ പിള്ളേരും ഈ ഒരു മദ്യത്തിന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഡ്രഗിന് അഡിക്റ്റഡ് ആണ്. ഇതൊന്നും ഇവിടെ ഒരു തീരുമാനവും വന്നിട്ടില്ല. ഡേ ബൈ ഡേ ഇങ്ങനെ ഓരോരോ കേസുകൾ പിടിക്കുന്നതല്ലാതെ ഇതിൻ്റെ യൂസേജ് കുറയുന്നുണ്ടോ? ഒരിക്കലും കുറയ്ക്കാൻ പറ്റിയിട്ടില്ല. ഇതിന്റെ പേര് സംഭവിച്ചോ ഇതാണ്, ഇവർക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അത് ഇവൻ അറിഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ ഈ ഒരു ന്യൂസ് ചാനൽ ബ്രേക്ക് ചെയ്തപ്പോഴാണ് എല്ലാവരും വന്നിട്ട് ആ പെൺകുട്ടിനെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ക്രൂരമായിട്ട് മർദ്ദിച്ചാണ് ഈ പെൺകുട്ടിനെ കൊന്നിരിക്കുന്നത്. ആ ഒരു സിറ്റുവേഷനും അവരുടെ ഫാമിലിയുടെ ഒക്കെ അവസ്ഥ ഇപ്പൊ മനസ്സിലാക്കിയപ്പോഴും അത്രയധികം വിഷമം നമുക്ക് തോന്നിപ്പോയത്. എനിവേ ഇതായിരുന്നു ഗൈസ് സത്യം. ആ പെൺകുട്ടിയുടെ ഭാഗത്ത് യാതൊരുവിധ മിസ്റ്റേക്കും ഇല്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിച്ചത്. ഇതിന്റെ ഇടയിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുണ്ടായിരുന്നു. ഇവന്റെ ഒരു സംശയരോഗം അത് എക്സ്ട്രീം ലെവലാണ്. അത് അമ്മാരി സഹിച്ചിട്ടുണ്ട് ആ പെൺകുട്ടി. എനിവേ ഈ അലൻ എന്ന് പറഞ്ഞ വ്യക്തിനെ എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ അതിന്റെ പ്രൊസീഡിംഗ്സ് ഒക്കെ ആയിട്ട് അങ്ങനെ പൊക്കോട്ടെ. മീഡിയ ഔട്ട് ചെയ്ത കാര്യത്തിന് എന്നെ വന്ന് തെറി പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും ഇമോഷൻസും മറ്റു കാര്യങ്ങളെല്ലാം കണക്കിലെടുക്കുന്നു. എവിടെ പോയി തെറി വിളിക്കണം, ആര് ചീത്ത പറയണം എന്നുള്ളത് ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇതിന്റെ സത്യാവസ്ഥ പോലീസ് കൃത്യമായിട്ട് ഇനി അന്വേഷിച്ച് പോലീസിന്റെ സൈഡിൽ നിന്നുള്ള ഒരു വേർഷൻ മീഡിയക്ക് കൊടുക്കുന്നത് വരെ എല്ലാവരും വെയിറ്റ് ചെയ്യാം. എഗെയിൻ ഞാൻ ആ പാഠം പഠിച്ചു. മീഡിയ പറയുന്നതാണോ സത്യം, അതോ സത്യം പറയാനാണോ മീഡിയ? ഓക്കെ, ഇതിനകത്ത് പുള്ളി പറഞ്ഞൊരു കാര്യം കേട്ടില്ല. അവൻ എക്സ്ട്രീം ടോക്സിസിറ്റി, അതായത് ഭയങ്കര സംശയരോഗം, പിന്നെ അനാവശ്യമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അടിയുണ്ടാക്കുന്നത്, ഇതൊക്കെ ആയിരുന്നു ഇവൻ്റെ സ്ഥിരമായിട്ടുള്ളൊരു പരിപാടി. അപ്പം ഒരു പെൺകുട്ടികൾക്കും അതങ്ങോട്ട് സഹിക്കാൻ പറ്റത്തില്ല അല്ലേ. ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം ട്രാൻസ്പെറൻ്റ് ആകുക, പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ഓവറായിട്ടുള്ള സംശയരോഗങ്ങൾ ഓവറായി കഴിഞ്ഞാൽ ഒരു മനുഷ്യർക്കും ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ആണുങ്ങൾക്കായാലും പെൺകുട്ടികൾക്കായാലും ടോളറേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. എന്തായാലും ഇതൊക്കെയാണ് അവസ്ഥ. ഇനി നിങ്ങൾക്ക് വേറൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇവൻ പോലീസിൽ കൊടുത്ത മൊഴിയുണ്ട്, അത് നിങ്ങൾ കേൾക്കണം. കുറ്റം സമ്മതിച്ചു. അലൻ പറയുന്ന കുറ്റസമ്മത മൊഴി ഇതാണ്. താൻ ഈ പറയുന്ന ചിത്രപ്രിയയുടെ തൻ്റെ കാമുകിയുടെ ഫോൺ മേടിച്ച് പരിശോധിച്ചു. അത് മേടിച്ച് പരിശോധിക്കാനുള്ള കാരണം പലപ്പോഴും കോളുകൾ വരുമ്പോൾ, തനിക്കൊപ്പം നിൽക്കുമ്പോൾ തന്നെ കോളുകൾ വരുമ്പോൾ ഈ ചിത്രപ്രിയ ബുദ്ധിപൂർവ്വം മാറിപ്പോകുന്നു. തൻ്റെ അരികിൽ നിന്ന് മാറി നിന്ന് ഫോൺ ചെയ്യുന്നു. അങ്ങനെ പരിശോധിച്ചപ്പോൾ ബംഗളൂരുവിൽ മറ്റൊരു യുവാവുമായി ഒപ്പം നിൽക്കുന്ന ചില ചിത്രങ്ങൾ അത് താൻ കാണുകയുണ്ടായി. ഇത് സംബന്ധിച്ച് തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിക്കുകയും ചില തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇത് തന്നെയാണോ കാരണമെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. ഇതിപ്പം പോലീസിൽ കൊടുത്തിരിക്കുന്ന മൊഴിയാണ്. ഇവൻ ആ ഒരു പെൺകുട്ടി മദ്യ വെച്ചിട്ടുണ്ട് എന്ന തരത്തിൽ വരെ ഇവൻ മൊഴി കൊടുത്തു. പക്ഷേ പോസ്റ്റ്മോർട്ടം വന്നപ്പോൾ എന്താണ്, മദ്യ വെച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് പുറത്തു വന്നത്. അപ്പം ഇവൻ പറയുന്ന കാര്യം ഉൾക്കൊള്ളാം. ഇവൻ പഠിച്ച കള്ളനാണ് ഇവൻ, അല്ല വേറെ ഒന്നുമല്ല. ഇവനൊക്കെ വെറും ഫ്രോഡാണ്. ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് തന്നെ ഒരു ബാധ്യതയായിട്ടുള്ള ഒരുത്തനാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ ഏജിലുള്ള കുറേ തലതെറിച്ച കുറേ എണ്ണമുണ്ട്. ഞാൻ എല്ലാ കുട്ടികളെയും അല്ല പറയണത്. കുറേ തലതെറിച്ച വായി നോക്കികളുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി നടക്കുവാണ്. കള്ളും കഞ്ചാവും ഒക്കെ അടിച്ച് കയറ്റി അമ്മമാർക്ക് ബോധമില്ലാതെ നടക്കുവാണ്. അമ്മമാർക്ക് സ്വന്തം അമ്മ ഏതാണെന്ന് അറിയത്തില്ല, അച്ഛൻ ഏതാണെന്ന് അറിയത്തില്ല. കാണിച്ചു കൂട്ടുന്ന എന്തൊക്കെയാണ് ഇവന്മാർ. അങ്ങനെ തർക്കങ്ങൾ മൂർച്ഛിച്ചപ്പോഴാണ് ചിത്രപ്രിയയെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി മടങ്ങാമെന്നൊരു തീരുമാനത്തിൽ താൻ മുന്നോട്ട് പോയത്. അങ്ങനെ മുന്നോട്ട് പോകവേ ഇരുചക്ര വാഹനത്തിൽ ഇരിക്കവേയും തങ്ങൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായി. അത് സെബ്യൂ റോഡിലെ ഒരു കയറ്റമെത്തിയപ്പോൾ മൂർച്ഛിച്ചു. അങ്ങനെ വാഹനം നിർത്തി. ഇരുവരും തമ്മിൽ റോഡിൽ നിന്നായി തർക്കം. അത് റബ്ബർ തോട്ടത്തിലേക്ക് വളർന്നു. ഒടുവിൽ താൻ കല്ലെടുത്ത് ഈ ചിത്രപ്രിയയുടെ തലയിൽ അടിക്കുകയായിരുന്നു. തങ്ങൾ രണ്ടുപേരും മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ് ഈ അലൻ പോലീസിനോട് നൽകിയിരിക്കുന്ന മൊഴി. ചിത്രങ്ങളൊക്കെ തന്നെ വൾഗറായിരുന്നു എന്നും ഈ അലൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്നു. ഇവൻ്റെ ഒന്നും വീട്ടിൽ ചോദിക്കാനും പറയാനും ഇല്ലെന്നാണ് എനിക്കിവിടെ ആദ്യം ചോദിക്കാനുള്ളത്. കാര്യം ഇവൻ്റെ വീട്ടിൽ ഇവനൊക്കെ ഇങ്ങനെ അടിച്ചു വിട്ടേക്കുന്നതിൻ്റെ പേരിലായിരിക്കും ഇവനൊക്കെ ഈ ഒരു രീതിയിൽ വളർന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പിള്ളേരെ ഈ ഒരു പ്രായത്തിലുള്ളത് ഇവനെയൊക്കെ അടിച്ച് വളർത്തണമെന്ന്. അടിയിൽ ഒരു കോംപ്രമൈസും കാണിക്കരുതെന്ന് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് എനിക്കിവിടെ റിപ്പീറ്റ് ചെയ്ത് പറയാനുള്ളത്. ഒരു കോംപ്രമൈസും കാണിക്കല്. പറഞ്ഞ അനുസരിച്ച് ഇവനെയൊക്കെ അടിച്ച് വളർത്തണം. അടിച്ചിട്ടും ഇവനൊന്നും നേരെ ആവുന്നില്ലെങ്കിൽ ഇറക്കി വിടുക. അതാ ചെയ്യേണ്ടത്.
അമിത സ്വാതന്ത്ര്യം കൊടുത്തിട്ട് ഈ പറയുന്ന ഒരു പിള്ളേരെ വളർത്തരുത്. എല്ലാത്തിനും ഒരു മര്യാദ വേണം. ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ വരുമ്പോൾ നമുക്കിതൊന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരു രീതിയിലുള്ള ഒരു അമിത സ്വാതന്ത്ര്യമോ കാര്യങ്ങളോ അമിതമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്കോ ആക്സസ് കൊടുക്കൽ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ആയി കഴിഞ്ഞാലും ഇതൊന്നും ഓവർ യൂസ് ചെയ്യാനായിട്ട് കൊടുക്കരുത് ഈ ഒരു പ്രായത്തിലുള്ള പിള്ളേർക്ക്. ഇതിൻ്റെയൊക്കെ ഓവർ ഉപയോഗമാണ് ഇവരെല്ലാവരെയും വഴി തെറ്റിക്കുന്നത്. ഇല്ലെന്ന് ഞാൻ എങ്ങും പറയത്തില്ല. അതായത് ഈ ചിത്രപ്രിയയുടെ ഫോണിൽ കണ്ട മറ്റൊരു യുവാവിനോടുള്ള ചിത്രങ്ങൾ അത് മോശമായിരുന്നുവെന്നും അലൻ പോലീസിനോട് പറയുന്നുണ്ട്. പോലീസ് പക്ഷേ ഇതൊന്നും തന്നെ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. മാത്രമല്ല പോലീസിന് ലഭിച്ച ഈ പെൺകുട്ടിയുടെ ഫോൺ അത് സൈബർ വിഭാഗത്തിന് കൈമാറിയിട്ടുണ്ട്. ഈ ഫോൺ പരിശോധിക്കാനുള്ള നിർദ്ദേശമാണ് പോലീസ് നൽകിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചിത്രപ്രിയയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. ഓക്കെ, ഇതായിരുന്നു ഇന്നലെ വന്ന ആ ഒരു വീഡിയോ. ഇതിനകത്ത് പുള്ളിക്കാരൻ കംപ്ലീറ്റ്ലി പറയണത് ഈ പറയുന്ന അലൻ്റെ മൊഴിയാണ്. അലൻ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത മൊഴിയാണ്. ഇനി ആ വീഡിയോയുടെ താഴെ തന്നെ, അതായത് ഇപ്പം നിങ്ങൾ കണ്ട ഈ ഒരു വീഡിയോയുടെ താഴെ വന്നേക്കുന്ന കുറച്ച് കമൻറ്റ്സ് ഞാൻ വായിച്ചു തരാം. അവൾ പലരെയും വെച്ച് കൊണ്ടിരുന്നാൽ അവൻ സംശയരോഗി, അവൻ ഒന്നിലധികം ബന്ധമുണ്ടെങ്കിൽ ചതിയൻ, കാമവെറിയൻ. ഇതേത് രീതിയിലോട്ടാണ് ആൾക്കാർ ഈ ഒരു വിഷയം ചിത്രീകരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വേലി ചാടിയ പശുവിന് കോല് കൊണ്ട് മരണം, അത്രയേ ഉള്ളൂ ഈ ഒരു മരണം. ഈ രീതിയിലാണ് ആ ഒരു പെൺകുട്ടിയെ മോശമായിട്ട് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് വളരെ മോശമായിട്ടുള്ള ഇനിയും കുറേ കമൻറ്റുകളുണ്ട്, ഞാനത് എടുത്ത് വയ്ക്കുന്നില്ല. ബാറിൽ പോയി മദ്യവെച്ച് പാതിരാത്രി 2 AM കറങ്ങി നടക്കുന്ന 19-കാരി, വളരെ നല്ല കാര്യം. ഈ ഒരു കമൻറ്റൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ മറുപടി പറയേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ആ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരുടെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നത്. കാര്യം ഒരു കഥയും ഒരു കാര്യവും ഇല്ലാതെ ഇപ്പോഴും ആ ഒരു പെൺകുട്ടി വന്ന് ഒരുപാട് പേര് തെറി പറയുന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു പെൺകുട്ടിയുടെ ഭാഗത്തുള്ള ന്യായം എന്തായിരുന്നു എന്ന് നമുക്ക് ഇനിയിപ്പോൾ ആ ഒരു കുട്ടി ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാവത്തുള്ളായിരുന്നു. ശകലം ഒരു ജീവനെങ്കിലും ബാക്കി ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ മൊഴിയെങ്കിലും എടുക്കായിരുന്നു. ഇതിപ്പോൾ ആ ഒരു പെൺകുട്ടി ഇപ്പോൾ ലോകത്തോടെ വിട പറഞ്ഞിരിക്കുകയാണ്. ഇനി തിന്നും കുടിച്ചും സൂചിച്ചും ജീവിക്കാൻ പോണത് അവനായിരിക്കും. ഈ അലൻ എന്ന് പറയുന്ന ഒരു വായി നോക്കിയായിരിക്കും. അവന് ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ അവന് സുഖമല്ലേ? അവന് ഇനി പുറലോകം കാണണ്ട, അവന് ജയിലിൽ കിടക്കാം. പക്ഷെ ഇവിടെ നഷ്ടം വന്നപ്പോൾ ആർക്കാണ്? അവരുടെ വീട്ടുകാർക്കാണ് നഷ്ടം വന്നത്. അതിൻ്റെ കൂടെ ഇങ്ങനെയൊക്കെയുള്ള കമൻസും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നത് അത്ര ശരിയുള്ളൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇത് ഒരാളുടെ സൈഡ് മാത്രം കേട്ടിട്ടാണ് ആൾക്കാർ വന്ന് ഇങ്ങനെയുള്ള കമൻറ്റ് ഇടുന്നത്. ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് ആ ഒരു പെൺകുട്ടി ഇപ്പോൾ ആൾക്കാർ ചിത്രീകരിക്കാൻ നോക്കുന്നത്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാതിരിക്കുക. കാര്യം ആ പെൺകുട്ടി ഓൾറെഡി മരണപ്പെട്ട് ഇനി ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ട് വലിയ പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ, ഈ ഒരു പ്രായത്തിലുള്ള പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും നിങ്ങൾ ശ്രദ്ധിക്കുക, നോക്കിയും കണ്ടുമൊക്കെ വളർത്തുക. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള രീതിയിലായിരിക്കും. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ കൊടുക്കാതിരിക്കുക. 21 വയസ്സ് 22 23 വയസ്സൊക്കെ ഉള്ള പിള്ളേരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രീതിയിൽ ലഹരി ഉപയോഗിക്കുന്നു, പിന്നെ മദ്യപാനം, ഇതൊക്കെ ഭയങ്കര രീതിയിലാണ്. സോ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി ഒരുപാട് കമൻസുകളുണ്ട്. ഞാൻ ആ കമൻസുകളൊന്നും വീണ്ടും എടുത്ത് വെച്ച് വായിച്ച് ആ ഒരു പെൺകുട്ടിയെ മോശമായിട്ട് സംസാരിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. എന്തായാലും നിലവിൽ ഇത്രയും കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.